മുംബൈയിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. മുംബൈയിലെ ഒരു വാർത്ത എന്തായിരുന്നു? അപ്പോൾ മുംബൈയിൽ ഫട്നവിസ് അധികാരമേറ്റു. ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാർ. ദേവേന്ദ്ര ഫട്നവിസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിക്കുന്ന ചിത്രം വെച്ചുകൊണ്ടാണ് എല്ലാ പത്രമാധ്യമങ്ങളും മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയായി BJP നേതാവ് ദേവേന്ദ്ര ഫട്നവിസ് സത്യപ്രതിജ്ഞ ചെയ്ത കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മഹാരാഷ്ട്ര BJP പിടിച്ചു. പക്ഷെ അതുപോലെ തന്നെ ഈ ഒരു പരിപാടിക്ക് എന്താണ് പ്രതിപക്ഷ നേതാക്കൾ ആരും പങ്കെടുത്തിട്ടില്ല. അതെ അതെ, അവർ ബഹിഷ്കരിച്ചിരിക്കുന്നു. അവരെ ക്ഷണിച്ചിട്ടും ഉണ്ടാവില്ല ചിലപ്പോൾ. പക്ഷെ എന്നിരുന്നാലും BJP മഹാരാഷ്ട്ര പിടിച്ചു എന്ന കോളിളക്കം സൃഷ്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതുവരെ അവിടെ നമ്മൾ കേട്ടിട്ടുള്ള പേരുകള് ശിവസേന അല്ലെങ്കിൽ അങ്ങനെ മറ്റു പല കാര്യങ്ങളുമാണ് കേട്ടിരുന്നത്. പിന്നെ ബോളിവുഡിൽ നിന്നുള്ള പ്രമുഖ താരങ്ങളൊക്കെയാണ് അവിടെ പങ്കെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അവരിപ്പോ മിക്ക പരിപാടികളിലും ഉണ്ട്. ജസ്റ്റ് എന്താണ് പറയാൻ പാടില്ല, നല്ല ഏറാൻ മൂളികളെ പോലെ വരും. കാരണം അവർക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇവർ ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് പങ്കെടുത്തില്ലെങ്കിൽ പണി കിട്ടും എന്ന് വിചാരിച്ചായിരിക്കും ബോളിവുഡ് താരങ്ങളടക്കം വരുന്നത്. പിന്നെ സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ളവർക്ക് BJPയോടുള്ള ചായ്വ് കുറച്ച് കാലങ്ങളായിട്ട് പ്രകടമാണ്. അതുകൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ BJPയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതൊന്നും വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. കാരണം BJP അനുഭാവിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അതുപോലെ തന്നെ രൺബീർ കപൂർ, രൺവീർ സിംഗ്, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ മഹാരാഷ്ട്ര ഇലക്ഷനിൽ ജയിച്ച ആളുകളുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. എന്തോ ഫിലിം ഫെയർ അവാർഡിന്റെ വേദി പോലെ. പലൊക്കെ അറിഞ്ഞിട്ടാണ് തമ്പുരാൻ അറിയാം. അത് വേറൊന്നുമല്ല, കാര്യം കാണാൻ കഴുതകൾ കാലും പിടിക്കണം എന്നൊക്കെ പറയാറില്ല. അതുപോലെ ആയിരിക്കാം, അറിയില്ല. എന്തു വന്നാലും അക്കാര്യത്തിൽ കേരളമൊക്കെ ഭയങ്കര പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ ഇവിടെ ഇപ്പോൾ പിണറായി വിജയൻ അങ്ങനെയൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴൊന്നും ഇതുപോലെ കുഞ്ചാക്കോ ബോബൻ അല്ലെങ്കിൽ ടൊവിനോ തോമസ് ഒക്കെ വന്ന് നിന്ന് ഇങ്ങനെ ഷോ കാണിക്കാറില്ല. അധികം ഇല്ല എന്നാലും. കാരണം നമ്മളിവിടെ ഭയങ്കര കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിയുള്ളൊരു സമൂഹമായിട്ടാണ് കേരളത്തെ കാണുന്നത്. അങ്ങനെ ധാർഷ്ട്യത്തോടു കൂടിയിട്ട് പങ്കെടുപ്പിക്കുന്ന രീതി തമിഴ്നാട്ടിൽ പിന്നെയുണ്ട്. എല്ലാവരും വന്ന് പങ്കെടുത്തോളണം അല്ലെങ്കിൽ സ്കെച്ച് ഇട്ട് പണി കൊടുക്കണ രീതിയൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ മഹാരാഷ്ട്രയിലൊക്കെ പോലെ എല്ലാ താരങ്ങളും വന്നിട്ട് ഇവന്മാർക്ക് സ്ഥിരം പരിപാടി ഇതാ. അപ്പം അംബാനിയുടെ മോൻ്റെ കല്യാണത്തിനായാലും ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ, അമീർ ഖാൻ എന്നൊക്കെ പറഞ്ഞിട്ട് രജനീകാന്തൊക്കെ ഡാൻസ് കളിക്കുന്നു. അല്ലെങ്കിൽ അനങ്ങാത്ത ആൾക്കാരാ. രജനീകാന്തൊക്കെ ഡാൻസ് കളിക്കണം, എന്തൊക്കെ പരിപാടി. അതുകൊണ്ട് കയ്യൊക്കെയുള്ളവനും പണമുള്ളവനും വേണ്ടി ഏത് തലത്തിലേക്കും പോകാനായിട്ട് തയ്യാറായ ഒരു സെലിബ്രിറ്റി സമൂഹമുള്ളൊരു നാടാണ് ഇന്ത്യ, അല്ലേ? അപ്പോൾ സെലിബ്രിറ്റികളിൽ പോലും ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ ചുമ്മാ പാവകളായി മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നിലപാടില്ലാത്ത ആളുകളെ പോലെ പണത്തിനും കയ്യൂക്കുള്ളവനും രാഷ്ട്രീയക്കാരനൊക്കെ പുറകെ വാലാട്ടികളെ പോലെ നടക്കുന്ന ഒരു സമൂഹമായിട്ട് ഇന്ത്യൻ സെലിബ്രിറ്റി സമൂഹം മാറുന്ന ദുരന്തമായ കാഴ്ച.